റസൂൽ വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ഒരു ഡിസ്കഷനിൽ ഇങ്ങനെ ഏർപ്പെട്ടുകൊണ്ടിരിക്കുക. ഏതൊരു രാജ്യത്തു നിന്ന് കുറച്ച് ആളുകൾ വന്നിട്ടുണ്ട്, അവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുക. റസൂൽ ആഗ്രഹിക്കുന്നുണ്ട് ഒരാളും അങ്ങോട്ട് വരരുതേ വരരുതേ എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. കാരണം അത്രയും പ്രധാനപ്പെട്ട ഒരു ഡിസ്കഷനാണ് നടക്കുന്നത്. പക്ഷെ ഒരാളിങ്ങനെ വാതിൽ തള്ളി തുറന്നിട്ട് ഇങ്ങനെ വന്നു, കേട്ടിട്ടില്ലേ? അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വന്നു. റസൂൽ സലാം അടക്കുകയൊക്കെ ചെയ്തു, പക്ഷേ റസൂലിന് ഇഷ്ടപ്പെട്ടില്ല. അദ്ദേഹം ആ സമയത്ത് വന്നത് ഇഷ്ടപ്പെട്ടില്ല. ആ അനിഷ്ടം വാക്കുകൊണ്ട് പ്രകടിപ്പിക്കുകയൊന്നും ചെയ്തിട്ടില്ല. ആകെ സംഭവിച്ചത് റസൂലിൻ്റെ നെറ്റിയൊന്ന് ചുളിയുക മാത്രമാണ്. നെറ്റിയൊന്ന് ചുളിഞ്ഞു, അനിഷ്ടം പ്രകടമാകുന്ന വിധത്തിൽ നെറ്റിയൊന്ന് ചുളിഞ്ഞു. ഈ നെറ്റി ചുളിഞ്ഞ കാര്യം ഈ വന്ന ആൾ കണ്ടിട്ടൊന്നുമില്ല. അതാണതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കേട്ടോ. ഈ വന്ന ആളില്ലേ, അദ്ദേഹം ഈ നെറ്റി ചുളിഞ്ഞ കാര്യമൊന്നും അറിഞ്ഞിട്ടില്ല. അതിൻ്റെ കാരണം എന്താണെന്നറിയോ? അദ്ദേഹം ഒരു അന്ധനായിരുന്നു, കണ്ണ് കാണാത്ത ആളായിരുന്നു. അബ്ദുല്ലാഹിബിൻ ഉമ്മി മക്തൂം. പക്ഷെ ആകാശത്തു നിന്ന് ഒരാൾ ഇടപെട്ടു. അബസവത്തവല്ല എന്ന പേരിൽ വിശുദ്ധ ഖുർആനിലൊരു വചനമല്ല, ഒരധ്യായമാണ്. അബസ എന്ന അറബി വാക്കിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? നെറ്റി ചുളിഞ്ഞു എന്നാണ്. നെറ്റി ചുളിഞ്ഞതിൻ്റെ പേരിൽ പടച്ചവൻ ആകാശത്ത് നിന്ന് ഇടപെടുകയാണ് ചെയ്യുന്നത്. നമ്മൾ ആലോചിക്കേണ്ട കാര്യം എന്താണെന്നറിയോ? ഈ വന്ന ആൾ പോലും ഇത് കണ്ടിട്ടില്ല, അദ്ദേഹത്തിന് കണ്ണ് കാണാത്ത ആളുമാണ്. ആ റൂമിൽ അവസാനിക്കുമായിരുന്നൊരു സംഭവമാണത്. ആണല്ലോ, പുറത്തുനിന്ന് ഒരാളും അത് കാണാനോ അറിയാനോ പോകുന്നില്ല. പക്ഷേ 2022 ജൂൺ മാസം ഈ ദിവസവും നമ്മളത് എടുത്തു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആണല്ലോ, പ്രവാചക തിരുമേനിയുടെ ജീവിതത്തിൽ ആയിരക്കണക്കിന് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. പക്ഷേ ഇങ്ങനെയൊരു സംഭവം എന്തിനാണ് വിശുദ്ധ ഖുർആനിലൂടെ പടച്ചവൻ നിലനിർത്തിയത്? ഇതിങ്ങനെ തലമുറകളോളം പറഞ്ഞുകൊണ്ടേയിരിക്കണം എന്ന് പടച്ചവൻ നിശ്ചയിച്ചത് എന്തുകൊണ്ടാണ്? ഒറ്റ കാരണമേ ഉള്ളൂ, മനുഷ്യൻ്റെ ഡിഗ്നിറ്റി, മനുഷ്യന് കൊടുക്കുന്ന വില, വാല്യൂ. പിന്നെ എപ്പോഴൊക്കെയാണോ ആ സ്വഹാബിയെ റസൂൽ കാണുന്നത്, അപ്പോഴൊക്കെയും ഓടിച്ചെന്ന് റസൂൽ അദ്ദേഹത്തെ കെട്ടിപ്പിടിക്കും. എന്നിട്ട് പറയും, അബ്ദുള്ള, നിങ്ങളെൻ്റെ സഹോദരനാണ് കേട്ടോ, അന്ന് നെറ്റ് ചുളിഞ്ഞു പോയി, എന്നോട് ക്ഷമിക്കണം കേട്ടോ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തോട് മാപ്പ് ചോദിച്ചുകൊണ്ടിരിക്കും എന്നാണ്. കരുണ, കമ്പാഷൻ. ഒരു സ്ത്രീ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് ഓടി വരുന്നുണ്ട്. എന്നിട്ടിങ്ങനെ ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കുറ്റബോധത്തിൻ്റെയും കുറ്റഭാരത്തിൻ്റെയും എല്ലാ വേദനയോടെയും ഓടി വന്നിട്ട് അവർ റസൂലിനോട് പറയുകയാണ്, റസൂലെ, എന്നെ ശുദ്ധീകരിക്കണം, ഞാനൊരു മാലിന്യത്തിൽ പെട്ടുപോയി റസൂലെ, എന്നെ ഒന്ന് ശുദ്ധീകരിക്കണം. റസൂൽ ഇങ്ങനെ വന്നിട്ട് ചോദിച്ചു, എന്ത് പറ്റി? അവർ പറഞ്ഞു, റസൂലെ, ഞാൻ ധാർമ്മികമല്ലാത്തൊരു കാര്യത്തിൽ ഏർപ്പെട്ടു പോയി. റസൂൽ അവർ പറഞ്ഞത് കേട്ടില്ല എന്ന പോലെ ഒന്നിങ്ങനെ പിറകോട്ട് നിന്നു. അവർ റസൂലിനെ വിടുന്നില്ല. പിന്നെയും പറഞ്ഞു, റസൂലെ, എന്നെ ശുദ്ധീകരിക്കണം റസൂലെ, ഞാൻ മാലിന്യത്തിൽ പെട്ടുപോയി, എന്നെ ശുദ്ധീകരിക്കണം റസൂലെ. അപ്പോൾ റസൂൽ പറഞ്ഞു, നിങ്ങൾ ഈ പറഞ്ഞതൊക്കെ ഉള്ളത് തന്നെയാണോ? ശരിക്കും അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ? റസൂലെ, സംഭവിച്ചിട്ടുണ്ട്. ഉണ്ടാവില്ല, നിങ്ങൾ പറയുന്ന അത്രയൊന്നും ഉണ്ടാവില്ല. ഒന്നുകൂടെ ആലോചിച്ച് നോക്കൂ, അത്രയൊന്നും ഇല്ലല്ലോ. ശിക്ഷ നടപ്പിലാക്കാൻ മാത്രം ഒന്നും കാര്യമില്ലല്ലോ. ഇതാണ് റസൂലിൻ്റെ ചോദ്യം. എന്നെ ശുദ്ധീകരിക്കണം എന്ന് പറഞ്ഞാൽ ഒറ്റ അർത്ഥമേ ഉള്ളൂ, എനിക്ക് ശിക്ഷ തരണം എന്നാണ്. ആ സ്ത്രീ പറഞ്ഞു, റസൂലെ, ശരിയാ, റസൂൽ അങ്ങനെ പറയുമെന്ന് എനിക്കറിയാം. റസൂലെ, ലോകത്ത് ഒരാളും അത് കണ്ടിട്ടില്ല, ഞാനും എൻ്റെ കൂടെ അതിൽ പങ്കെടുത്ത ആളുമല്ലാതെ വേറെ ഒരാളും അതറിഞ്ഞിട്ടില്ല റസൂലെ. എൻ്റെ വാപ്പയോ ഉമ്മയോ ഭർത്താവോ കുടുംബമോ മക്കളോ ആരും അതറിഞ്ഞിട്ടില്ല, ഒരാളുടെ കണ്ണും അത് കണ്ടിട്ടില്ല. പക്ഷേ റസൂൽ ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളൊരു പടച്ചോനല്ലേ, ഇല്ലേ? ആ പടച്ചോൻ കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് ശിക്ഷ വേണം.
റസൂലിന് പിന്നെ ഒന്നും പറയാനുണ്ടായിരുന്നില്ല, ശിക്ഷ നടപ്പിലാക്കുക. അവരെ കല്ലെറിഞ്ഞിട്ട് വധിക്കുകയാണ്. റസൂലിൻ്റെ തൊട്ടടുത്താണ് അലി റളിയല്ലാഹു അൻഹു നിൽക്കുന്നത്. എറിഞ്ഞ ഒരു കല്ലിൽ അവരുടെ നെറ്റിയിലാണ് ചെന്ന് തട്ടിയത്. അതിൽ നിന്ന് ചോര തെറിച്ചു. ഒരു ചെറിയ തുള്ളി, ഒരു തുള്ളിയുടെ ചെറിയ അംശം അലി റളിയല്ലാഹു അൻഹുവിൻ്റെ വസ്ത്രത്തിൽ ഇങ്ങനെ വന്നിട്ട് പതിച്ചു. അപ്പോൾ അലി റളിയല്ലാഹു അൻഹു ആ സ്ത്രീയെ ഇങ്ങനെ ശപിക്കുന്നത് പോലെ എന്തോ പറഞ്ഞു. അവർ ചെയ്ത പ്രവർത്തനമായിട്ട് ബന്ധപ്പെട്ട് എന്തോ ഒരു വാക്ക് പറഞ്ഞു. റസൂൽ പറഞ്ഞു, മിണ്ടിപ്പോകരുത്. അതാരാന്നറിയോ നിനക്ക്? അതാരാന്നറിയോ നിനക്ക്? ചെയ്ത പാപത്തിനുള്ള ശിക്ഷ ഇവിടുന്ന് വാങ്ങിപ്പോകുന്ന ആളാണ്, ഇനി അവിടുന്നില്ല. ചോദിച്ചു വാങ്ങിയ ആളാണ്. അവർ ചെയ്തൊരു പശ്ചാത്താപമുണ്ട്. മക്കയിലും മദീനയിലുമുള്ള മുഴുവൻ മനുഷ്യന്മാർക്ക് വീതം വെച്ചാലും അത് പിന്നെയും ബാക്കിയുണ്ടാവും. അവർ ചെയ്തൊരു പശ്ചാത്താപമുണ്ട്. ഉള്ളു പൊള്ളി നിന്നിട്ട് അവർ ചെയ്തൊരു പ്രാർത്ഥനയുണ്ട്. അതെ, മക്കയിലും മദീനയിലുള്ള മുഴുവൻ മനുഷ്യന്മാർക്ക് വീതം വെച്ചാലും പിന്നെ ഉണ്ടാവടാ. അത്രയും ആഴത്തിൽ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചിട്ട് പടച്ചവൻ്റെ അടുത്തേക്ക് തിരിച്ചു പോകുന്ന ആളാണ്. അയാളെപ്പറ്റി അങ്ങനെ പറയരുത് കേട്ടോ എന്ന് പറയുക മാത്രമല്ല, അവരുടെ ഖബറിനരികിൽ നിന്ന് അവർക്ക് വേണ്ടി മയ്യത്ത് നിസ്കരിച്ചിട്ടാണ് റസൂൽ അവിടെ നിന്ന് തിരിച്ചു പോകുന്നത്. മനുഷ്യനെ വിചാരണ ചെയ്യാൻ പോയിട്ടില്ല. മനുഷ്യന് പറഞ്ഞു കൊടുത്തു, ഒക്കെ കണ്ടു നിൽക്കുന്ന ഒരാളുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു. പരസ്യമായി തെറ്റ് ചെയ്യാൻ ഒരു മടിയില്ലാത്ത ആൾക്കാരായിരുന്നു. അവരാണ് രഹസ്യമായി ചെയ്ത തെറ്റിൻ്റെ പേരിൽ പരസ്യമായി വന്ന് ശിക്ഷ ഏറ്റുവാങ്ങുന്നത്. നല്ലോണം ആലോചിക്കണം. പരസ്യമായിട്ട് പോലും തെറ്റുകൾ ചെയ്യാൻ, തിന്മകൾ ചെയ്യാൻ ഒരു മടിയില്ലാതിരുന്ന ആളുകളാണ്. അവരാണ് അതീവ രഹസ്യമായി ചെയ്ത ഒരു തെറ്റിൻ്റെ പേരിൽ പരസ്യമായിട്ട് വന്നിട്ട് ശിക്ഷ ഏറ്റുവാങ്ങുന്നത്. ഇതേ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നുണ്ടാക്കിയ മാറ്റമാണ്, പുറത്തുണ്ടാക്കിയ മാറ്റമല്ല. ഉള്ളിൻ്റെ ഉള്ളിലേക്ക് ചെന്നതേ. റസൂലിന് ഭയങ്കര ആഗ്രഹമുള്ളൊരു കാര്യം ഉണ്ടായിരുന്നു. അതെന്താണെന്നറിയോ? ഭയങ്കര രസമുള്ളൊരു സംഭവമാണ്. റസൂലിൻ്റെ ഏറ്റവും വലിയൊരു കൊതിയായിരുന്നു കഅബയുടെ താക്കോല് കുറച്ച് നേരം കയ്യിൽ പിടിക്കാന്ന്. അതൊന്ന് പിടിക്കാണ്, തൊടാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ഉടമസ്ഥരായ ഒരു കുടുംബമുണ്ട്. അതിൽപ്പെട്ട ഒരാളുടെ കയ്യിലാണ് ഇപ്പോൾ ആ താക്കോലുള്ളത്. അയാളോട് ചെന്നിട്ട് ചോദിച്ചു, ആ താക്കോല് കുറച്ച് നേരം എനിക്കൊന്ന് തരുമോ? ഉസ്മാൻ ഇബ്നു ത്വൽഹ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഉസ്മാൻ, കുറച്ച് നേരം ഞാനൊന്ന് പിടിക്കട്ടെ അത്. ഇല്ല മുഹമ്മദ്, അതിനുള്ള യോഗ്യത നിനക്കില്ലടാ, തരൂല. റസൂൽ പിന്നെയും ചോദിച്ചു, കുറച്ച് നേരം തൊടാനാണ്. അള്ളാഹുവിൻ്റെ ഭവനമാണ്, ആദി പ്രവാചകന്മാർ കടന്നുപോയ പാതകൾ, അവർ പണിത വീട്, അതിൻ്റെ താക്കോലല്ലേ, കുറച്ചു നേരം ഞാനൊന്ന് പിടിക്കട്ടെ. തരൂല മുഹമ്മദേ, നിനക്കതിനുള്ള യോഗ്യത ഇല്ലടാ. ആടുമേച്ച് നടന്ന ഒരുത്തൻ, ഇടയബാലനായി കടന്നുപോയ ഒരുത്തൻ ഇപ്പം എൻ്റെ അടുത്ത് വന്നിട്ട് താക്കോല് ചോദിക്കുക, തരൂല എന്ന്. നബി ഇങ്ങനെ നിന്നിട്ട് വളരെ ശാന്തമായി അദ്ദേഹത്തോട് പറഞ്ഞു, അതെൻ്റെ കയ്യിൽ എത്തുന്നൊരു ദിവസമുണ്ട് ഉസ്മാൻ, ഈ താക്കോല് എൻ്റെ കയ്യിൽ എത്തുന്നൊരു ദിവസമുണ്ട്. അന്നതെന്ത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിക്കും. ഇല്ല മുഹമ്മദ്, അങ്ങനെ ഒരു ദിവസം ഉണ്ടാവില്ല. അങ്ങനെ ഒരു ദിവസം എങ്ങാനും ഉണ്ടായാൽ അത് അറേബ്യയുടെയും ഖുറൈശികളുടെയും അവസാനമായിരിക്കും. അതൊന്നുമല്ല. അറബികളും ഖുറൈശികളും അന്ന് നല്ല നിലയിൽ തന്നെ ആയിരിക്കും. പക്ഷെ ആ താക്കോൽ എൻ്റെ കയ്യിലെത്തും. മക്ക വിജയത്തിൻ്റെ ദിവസം ആ നാടിൻ്റെ ഭരണം മുഴുവനും പ്രവാചക തിരുമേനിയുടെ കയ്യിലാണ്. ആ പറഞ്ഞ താക്കോലില്ലേ, ആ താക്കോൽ ആ കയ്യിലുണ്ടായിരുന്നു. ആ താക്കോൽ ആർക്ക് കൊടുക്കുമെന്ന് എല്ലാവരും ആകാംക്ഷയോടുകൂടി ഇങ്ങനെ നോക്കി
അലി റളിയല്ലാഹു അൻഹു ഒക്കെ പരസ്യമായിട്ട് തന്നെ പറഞ്ഞു, പ്രവാചകരെ എനിക്ക് തരുമോ, അതെന്നെ ഏൽപ്പിക്കുമോ എന്ന് ചോദിച്ചു. ഇല്ല. അവിടെ കൂടിയ ആയിരക്കണക്കിന് മനുഷ്യരിൽ നിന്ന് ഒരാളെ ഇങ്ങനെ വിളിച്ചു, അയാളുടെ കയ്യിലേക്ക് കൊടുത്തു. ഉസ്മാൻ ഇബ്നു ത്വൽഹ. നമ്മൾ പറയൂലേ, എനിക്കൊരവസരം കിട്ടട്ടെ, ഞാൻ കാണിച്ചു തരാം, ഇങ്ങനെ പറയൂലേ. റസൂൽ പഠിപ്പിക്കുകയാണ്, ഒരവസരം കിട്ടുന്നത് വരെ കാത്തിരിക്കണം. നിങ്ങൾക്ക് പാര വെച്ച മനുഷ്യരില്ലേ, നിങ്ങളുടെ വഴിയിൽ മുള്ളു പാകിയ മനുഷ്യരില്ലേ, നിങ്ങൾക്ക് കിട്ടേണ്ടത് തടഞ്ഞ മനുഷ്യരില്ലേ, നിങ്ങളെ സങ്കടപ്പെടുത്തിയ മനുഷ്യരില്ലേ, നിങ്ങളെക്കുറിച്ച് പലതും പറഞ്ഞു പരത്തിയ മനുഷ്യരില്ലേ, ഇല്ലാ കഥകൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവരോട് പറഞ്ഞു പരത്തിയ മനുഷ്യരില്ലേ, നിങ്ങളെ തമ്മിൽ തെറ്റിച്ച മനുഷ്യരില്ലേ, അവരോട് പകരം വീട്ടണം. പകരം വീട്ടാനൊരവസരത്തിന് കാത്തിരിക്കണം. അങ്ങനെ ഒരു അവസരം കിട്ടിയാൽ പകരം വീട്ടേണ്ടത് എങ്ങനെയാണ് എന്നാണ് പഠിപ്പിച്ചത്. കമ്പാഷൻ, കരുണ. ചില ആളുകൾ പറഞ്ഞു, വിശുദ്ധ ഖുർആൻ പഠിച്ചവൻ്റെ അടുത്ത് നിന്ന് വന്നതൊന്നുമല്ല, അത് മുഹമ്മദ് എവിടെ നിന്നൊക്കെയോ കോപ്പി അടിച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ളൊരു പുസ്തകമാണ്. എന്തൊരു വലിയ ആരോപണമാണ്. ഞാൻ ഇന്നലെ ഒരു പുസ്തകം വായിച്ചു, മലയാളത്തിൽ ഇറങ്ങിയ പുസ്തകമാണ്. മുഹമ്മദ് എന്ന മനുഷ്യൻ. ആക്ഷേപത്തിൻ്റെ ഒരു രീതിയൊന്നുമല്ല കേട്ടോ, ഒരു മനുഷ്യൻ എന്ന അർത്ഥത്തിൽ പ്രവാചക തിരുമേനിയെ വിമർശന വിധേയമാക്കുന്നൊരു പുസ്തകമാണ്. ആക്ഷേപമൊന്നും അതിനകത്തില്ല. പക്ഷെ അതിലും പറയുന്നത് ഇതാണ്, വിശുദ്ധ ഖുർആൻ എങ്ങനെ ഒരു ദൈവിക ഗ്രന്ഥമല്ല എന്ന് സ്ഥാപിക്കാനാണ് ആ ഗ്രന്ഥം കാര്യമായി കഷ്ടപ്പെടുന്നത്. അറബികൾ ആ കാലത്ത് പറഞ്ഞു, ചില ആളുകളെ, എന്ത് ഖുർആൻ അള്ളാഹുവിൻ്റെ അടുത്ത് നിന്ന് ഇറങ്ങിയൊന്നുമല്ല, ദൈവിക ഗ്രന്ഥമൊന്നുമല്ല, അത് മുഹമ്മദ് എവിടെ നിന്നൊക്കെ തൗറാത്തിൽ നിന്ന് ഇഞ്ചിയിൽ നിന്നൊക്കെ കോപ്പി അടിച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ളൊരു പുസ്തകമാണ്. മുഹമ്മദിൻ്റെ കൂടെയുള്ള പല ആളുകൾക്കും അക്ഷരാഭ്യാസമുണ്ട്, അവരുടെയൊക്കെ സഹായത്തോടെ ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞു. ഇതിലേറെ വലിയൊരു ആരോപണം വരെ ഉണ്ടോ? പക്ഷേ ആ ആരോപണത്തെ ഖുർആൻ എങ്ങനെയാണ് നേരിട്ട് എങ്ങനെയാണ് നേരിട്ട്? ആ പറഞ്ഞ ആളെങ്ങോട്ട് പിടിച്ചുകൊണ്ട് വരുമെന്ന് പറഞ്ഞോ? അവൻ്റെ കയ്യും കാലുമൊക്കെ വെട്ടുമെന്ന് പറഞ്ഞോ? ഒന്നും പറഞ്ഞില്ല. ഒറ്റ വാക്ക്. ഇത് പഠിച്ചവൻ്റെ അടുത്ത് നിന്ന് ഉള്ളതല്ല എന്നാണോ നിങ്ങൾ പറയുന്നത്? ആണോ? എന്നാൽ ഇതുപോലെ ഒന്ന് കൊണ്ടുവരൂ. ഫഅ്തു ബിസൂറത്തിൻ മിൻ മിസ്ലിഹി വദഉ ശുഹദാഅക്കും. നിങ്ങൾ വിളിക്കേണ്ട എല്ലാവരെയും വിളിച്ചോളൂ. എന്നിട്ട് ഇതേപോലെ ഒന്ന്, മുഴുവനായിട്ടൊന്നും വേണ്ട, ഒരു സൂറത്ത്, ഒരധ്യായം ഇതേപോലത്തെ ഒന്ന് കൊണ്ടുവരാൻ പറ്റുമോ? അല്ലാന്ന് പറഞ്ഞാൽ പോരല്ലോ, നിങ്ങൾ ഇതേപോലത്തെ ഒന്ന് കൊണ്ടുവന്നൂടെ? പ്രവാചക തിരുമേനിയെ കടുത്ത ആക്ഷേപത്തിൽ ഒരാളൊരു കവിത എഴുതി. ഒന്നല്ല, ഒരുപാട് കവിതകൾ എഴുതി. ഒരുപാട് കവിതകൾ എഴുതിയിട്ട് അവിടെ പബ്ലിഷ് ചെയ്യുന്ന രീതി എന്ന് പറയുന്ന ഉറക്കെ ചൊല്ലല. ചന്തയിലൊക്കെ വന്നിട്ട് ഉറക്കെ ചൊല്ലും, അല്ലെങ്കിൽ അവരുടെ ഓഫീസിൽ ഇരുന്നിട്ട് ഉറക്കെ ചൊല്ലും. ഇതാണ് പബ്ലിഷ് ചെയ്യുന്ന മാർഗം. ആക്ഷേപമാണ് കേട്ടോ, ചെറിയ ആക്ഷേപമൊന്നുമല്ല, ഗുരുതരമായ ആക്ഷേപങ്ങളാണ്. നബി എന്താ മറുപടി കൊടുത്തേ? കൂട്ടത്തിൽ കവിത എഴുതാൻ കഴിയുന്ന ഒരാളുടെ കയ്യിലേക്ക് എഴുതാനുള്ള ഉപകരണം കൊടുത്തിട്ട് പറഞ്ഞു, തിരിച്ച് കവിത എഴുതൂ. ആക്ഷേപമുള്ള കവിതയ്ക്ക് മറുപടിയായി ആക്ഷേപമില്ലാത്ത കവിതകൾ എഴുതൂ. എന്നിട്ട് ഉറക്കെ വിളിച്ചു പറയാൻ പള്ളിയിലൊരു സ്റ്റേജും പണിത് കൊടുത്തു. ഹസ്സാൻ ഇബ്നു സാബിത്ത് എന്നായിരുന്നു ആ കവിയുടെ പേര്.